റിങ് ഇറക്കിയ ശേഷം കിണ്ടർകണ്ണ ഡോക്ടർ അച്ചു എന്ന് വിളിക്കണം. കണ്ണൂര് കായലാണോ നിങ്ങളുടെ വീടിന്റെ താഴെ മൊത്തം? കട്ടപ്പന ആരാ? പിള്ളേരെയൊക്കെയാണോ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത്? ദിസ് ഈസ് ഫോർ പ്ലഷർ നോട്ട് ഫോർ പ്രോഫിറ്റ്. റിങ് ഇറക്കിയ ശേഷം കിണ്ടർകണ്ണ പോകാം. ഇതാണ് ഉത്തമേട്ടൻ. ഉത്തമേട്ടൻ രാംകോയിലെ തൊഴിലാളിയായിരുന്നു, ചുമട്ട് തൊഴിലാളിയായിരുന്നു. കർഷകി അച്ചു. ഒരു വർഷം കഴിഞ്ഞാല് ഡോക്ടർ അച്ചു എന്ന് വിളിക്കണം. കാലമായി പറമ്പിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് എന്നെ പിടിക്കല്ലടി. എങ്ങനെ കാണുന്നു അച്ചു? തെന്നടി കണ്ടോ ഇവിടൊക്കെ തെന്നു. ഓരോ ചൂടും സൂക്ഷിച്ച് എങ്ങാനും തെന്നി വീണിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകുമ്പോ ഇട്ടോണ്ട് പോവാൻ ഡ്രസ്സില്ല. അവർ കിണറിന്റെ അടുത്ത് എത്താനായിരിക്കുന്നു. ഓ വലിയ കിണർ ചെറിയ കിണറായി മാറിയോ? കൊള്ളാലോ. ഇതെങ്ങനെ വെച്ചേ? അപ്പൊ നമ്മുടെ ഉറവയോ? ഉറവയുള്ളത് എങ്ങനെയുണ്ട് അച്ചു? ചാടാൻ തോന്നുന്നുണ്ടോ? പണ്ടോട്ട് തോന്നുന്നു. ഞങ്ങളിവിടെ കിണർ കെട്ടാൻ വേണ്ടി കല്ലെല്ലാം ഇറക്കി ചുമന്ന് കൊണ്ടുവന്നത് ഇവിടെ ഉണ്ടോ. പക്ഷെ ഞങ്ങൾ കെട്ടിയില്ല. ഞങ്ങൾ അതെല്ലാം ഇതിനകത്തോട്ട് ഇട്ടിട്ട് മണ്ണിട്ട് മൂടിയിരിക്കും. എനിക്ക് ഇതല്ല മനസ്സിലാവാത്ത. നമുക്ക് ഇത്രയും ജലസ്രോതസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ, എന്നിട്ട് നമുക്ക് ഈ 1 ഏക്കർ സ്ഥലത്ത് ഇവിടെ മാത്രമേ കിണറുള്ളെന്നല്ലേ പുള്ളി പറഞ്ഞേ അല്ലേ? എന്നിട്ട് അവിടെ അപ്പൊ പിന്നെ അവിടെയൊക്കെ എങ്ങനെയാ? അവിടെ കണ്ണൂര് കായലാണോ നിങ്ങളുടെ വീടിന്റെ താഴെ മൊത്തം? ആണോ? ഹൈറേഞ്ച്. ഹൈറേഞ്ചുകാരാ നിങ്ങള്. കട്ടപ്പന ആരാ? നിങ്ങളുടെ സ്രോതസ് പോലല്ല ഞങ്ങളുടെ സ്രോതസ് കേട്ടോ. ശരി, ഞങ്ങള് മലമുകളിലാണ്. നല്ല മതി. സന്തോഷ സൂചകമേ തന്നതെല്ലാം സ്വീകരിച്ച് പോകുന്നു. ഞങ്ങൾ ഒരു വണ്ടിക്ക് വെച്ചു. ഈ ചെരുപ്പിന്റെ അടിയില് പാടുണ്ട് കണ്ടോ? ഇത് കണ്ടോ നമ്മോ? ഇതുണ്ടോ? എവിടെ? ഇതിനകത്ത് വേറെ ചെരുപ്പുണ്ടോ? അറിയതാക്കടി. അച്ഛൻ ഒരു ദിവസം വന്നിട്ട് ഇവിടെ പിള്ളേരാരണ്ട് വന്നിരുന്നില്ലോ. ഞാൻ പറഞ്ഞു ഇവിടുത്തെ കാട്ടിൽ കായ എടുക്കുന്നുണ്ടായിരുന്നു, അവരുടെ പിള്ളേരും എല്ലാവരും. കുറെ നേരം പിള്ളേരെയൊക്കെയാണോ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത്? നല്ല അച്ഛൻ പറഞ്ഞേച്ച് കുറെ നേരം കഴിഞ്ഞിട്ട് നോക്കുമ്പോണ്ട് ഈ ചെരുപ്പിന്റെ അടിയിൽ പാടിയതുണ്ടോ? വേറൊരു ചെരുപ്പായിട്ട് കാണുന്നുണ്ടോ? കുഞ്ഞു പിള്ളേർ. അയ്യോ അയ്യോ, അങ്ങനത്തെ കളി. ഇതിന്റെ ഏലം പാർട്സ് പറഞ്ഞു കൊടുക്കൂ. ആണ് ഗായ്സ് ഏലം, ഏലച്ചെടി. ഇതാണ് ഇതിന്റെ തണ്ട്. ഇല്ല ഇല്ലതാ ഇത് ഒടിഞ്ഞു കിടക്കുന്നത്. നമ്മുടെ മഞ്ഞളുടെ ഒക്കെ പോലത്തെ ഒരു കുറച്ചുകൂടെ നീട്ടുണ്ടാവും. പിന്നെ ഇതാണ് ഇതിന്റെ ശരം. ഇതിലാണ് ഏലം ഉണ്ടാവുന്നതും കായ ഉണ്ടാവുന്നതും.
ഇതാണ് എന്റെ പൂ. ഇതാണ് എന്റെ കാ. ഇത് പൂ കുറച്ച് കഴിഞ്ഞാൽ കായായി മാറും. ഈ കാ പഴുത്ത് കഴിയുമ്പം ഇതിന്റെ അകത്ത് കുരു പറിക്കും നമ്മൾ പറിക്കും. ഇപ്പൊ ഈ പിഞ്ച് നമ്മൾ തുറന്നു നോക്കിയാല് ഒന്ന് തുറന്നു നോക്കട്ടെ അച്ഛ. അച്ചു പറിക്കുന്നു, അച്ചു തുറക്കുന്നു. അപ്പൊ നമുക്ക് വെള്ള കളറുള്ള സാധനം കിട്ടും. അപ്പൊ നമ്മൾ ഇതെടുത്തിങ്ങനെ തിന്നാ. മധുരമില്ലേ? മധുരമില്ല. ഇങ്ങനെ കറുകറാന്ന് കടിക്കുന്നില്ലേ? പഴുത്തത് ഇതൊരു ബ്ലാക്ക് കളറാവും. പഴുത്തത് പറിക്കാൻ അതിനൊരു മധുരം കാണും. ഒരു പഴുത്തത് പറിച്ചു തരുമോ? നിലവിൽ ഇപ്പൊ പഴുത്തത് കാണും. ഒരു പഴുത്ത പറിച്ചാച്ചേ. പഴുത്തതൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടമുണ്ട്. നമ്മൾ തപ്പി കണ്ടുപിടിക്കണം. ഇത് ഒരെണ്ണത്തിന് 2 രൂപയാ. 5 എണ്ണം 10 രൂപയ്ക്ക് തുറക്കൂ. ഇതാണ് പഴുത്തത്. അപ്പൊ ഇത് ഇങ്ങനെയാകുമ്പോ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് ഇത് പറിക്കുന്നു. പറിച്ച് സ്റ്റോറിൽ കൊണ്ടുപോയി ഉണക്കാൻ കൊടുക്കും. ഇതൊന്ന് തിന്ന് നോക്കി. പിന്നെ അത്യാവശ്യം ഒരു മധുരമുണ്ട്. ഞങ്ങളിത് സ്റ്റോറിൽ കൊണ്ടുപോയി ഉണങ്ങാൻ കൊടുത്ത് ഉണക്കിയെടുക്കും. 6 കിലോയ്ക്ക് 1 കിലോ ഉണക്ക് കിട്ടാറുണ്ട്. നോക്കാം. കവുങ്ങ് ഇത് നമ്മളെ മനസ്സിലൊരു കാര്യം ഓർക്കേണ്ട. ഇത് നട്ടുവെച്ചാല് ഇത് കിളുത്ത് വരുമ്പോൾ നമ്മുടെ ആഗ്രഹം സാധിക്കുമെന്ന് പറഞ്ഞ് എന്തൊക്കെ കേട്ടിട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. അത് കിളുത്ത് മണ്ടേ വന്നാലും എന്റെ അതെന്താ ആഗ്രഹം? അത് ഉണ്ടോ? മഴക്കാലത്ത് കൊറേ തട്ടുകളൊക്കെ ഒടിഞ്ഞു പോയി. നമുക്ക് ഇതിൽ നിന്ന് കുറെ പ്രോഫിറ്റ് കിട്ടും. നമുക്ക് ദിസ് ഈസ് ഫോർ പ്ലഷർ, നോട്ട് ഫോർ പ്രോഫിറ്റ്. ഓഹോ, എനിക്കൊന്നുകൂടി കിട്ടുന്നില്ല. ഇനി എന്റെ ലക്ഷ്യം